ഹാസ് അല്ലെങ്കിൽ ഹാവ് ഇവയുടെ കൂടെ V3 ഉപയോഗിച്ചുള്ളതായ സെൻറ്റൻസുകൾ നാം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞല്ലേ. ഇനി നമുക്ക് ഇവ ഉപയോഗിച്ചുള്ളതായ ക്വസ്റ്റ്യൻസ് നോക്കാം. അതായത്, നീ അവനെ മുമ്പ് കണ്ടിട്ടുണ്ടോ? നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടോ? നീ എപ്പോഴെങ്കിലും പണം കടം വാങ്ങിയിട്ടുണ്ടോ? എന്നിങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് പ്രതീക്ഷിക്കാമല്ലോ അല്ലേ. പോകാം നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക്. ചോദ്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് ആദ്യം ഉപയോഗിച്ചാൽ മതി. നീ അവനെ മുമ്പ് കണ്ടിട്ടുണ്ടോ? നീ അവനെ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഹാവ് യു സീൻ ഹിം ബിഫോർ? ഹാവ് യു സീൻ ഹിം ബിഫോർ? ഹാവ് യു സീൻ ഹിം ബിഫോർ? നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടോ? ഹാവ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്? ഹാവ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്? നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടോ? നമുക്കറിയാം ഹാവിന് ഭക്ഷണം കഴിക്കുക എന്നർത്ഥം കൂടി ഉണ്ടല്ലോ. അതിൻ്റെ V3 ഫോമാണ് ഹാഡ് എന്നുള്ളത്. ഹാവ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്? ഞാനിപ്പോൾ കഴിച്ചതേ ഉള്ളൂ. ഐ ഹാവ് ജസ്റ്റ് ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഐ ഹാവ് ജസ്റ്റ് ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. നീ എപ്പോഴെങ്കിലും പണം കടം വാങ്ങിയിട്ടുണ്ടോ? ഹാവ് യു എവർ ബോറോഡ് മണി? ഹാവ് യു എവർ ബോറോഡ് മണി? ഹാവ് യു എവർ ബോറോഡ് മണി? നീ എപ്പോഴെങ്കിലും വെള്ളാനെ കണ്ടിട്ടുണ്ടോ? ഹാവ് യു എവർ സീൻ എ വൈറ്റ് എലിഫൻറ്റ്? ഹാവ് യു എവർ സീൻ എ വൈറ്റ് എലിഫൻറ്റ്? ഞാൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഹാവ് ഐ ടോൾഡ് യു എനിത്തിങ്? ഹാവ് ഐ ടോൾഡ് യു എനിത്തിങ്? ഹാവ് ഐ ടോൾഡ് യു എനിത്തിങ്? നിനക്ക് അനുവാദം കിട്ടിയിട്ടുണ്ടോ? ഹാവ് യു ഗോട്ട് ദ പെർമിഷൻ? ഹാവ് യു ഗോട്ട് ദ പെർമിഷൻ? ഹാവ് യു ഗോട്ട് ദ പെർമിഷൻ? ഇനി നമുക്ക് ക്വസ്റ്റ്യൻ വേർഡ്സ് ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യാം. ക്വസ്റ്റ്യൻ വേർഡ്സ് ഹാവിൻ്റെയും ഹാസിൻ്റെയും മുമ്പിലാണ് ചേർക്കേണ്ടത്. നീ അവനെ എവിടെ വെച്ചാണ് കണ്ടിട്ടുള്ളത്? വേർ ഹാവ് യു മെറ്റ് ഹിം? വേർ ഹാവ് യു മെറ്റ് ഹിം? അല്ലെങ്കിൽ വേർ ഡിഡ് യു മീറ്റ് ഹിം എന്ന് ചോദിച്ചാലും തെറ്റൊന്നുമില്ല. വേർ ഡിഡ് യു മീറ്റ് ഹിം? അവർ എന്തിനാണ് പരിപാടി റദ്ദാക്കിയത്? വൈ ഹാവ് ദേ ക്യാൻസൽഡ് ദ പ്രോഗ്രാം? വൈ ഹാവ് ദേ ക്യാൻസൽഡ് ദ പ്രോഗ്രാം? അല്ലെങ്കിൽ വൈ ദേ ഹാവ് ക്യാൻസൽഡ് ദ പ്രോഗ്രാം? അതും അല്ലെങ്കിൽ വൈ ഡിഡ് ദേ ക്യാൻസൽ ദ പ്രോഗ്രാം എന്നും ചോദിക്കാം. ഞാനിത് നിന്നോട് പറഞ്ഞിട്ടില്ലേ? ഹാവിൻ്റ് ഐ ടോൾഡ് യു ദിസ്? ഹാവിൻ്റ് ഐ ടോൾഡ് യു ദിസ്? ഹാവിൻ്റ് ഐ ടോൾഡ് യു ദിസ്? എനിക്ക് അവനെ കഴിഞ്ഞ 5 വർഷമായിട്ടറിയാം. ഐ ഹാവ് നോൺ ഹിം ഫോർ ദ ലാസ്റ്റ് 5 years. I have known him for the last 5 years. നീ അവന് എപ്പോഴെങ്കിലും കത്തയച്ചിട്ടുണ്ടോ? Have you ever sent him letters? Have you ever sent him letters? ആരാണ് ഇവിടെ നിന്ന് പണം എടുത്തത്? Who has taken money from here? Who has taken money from here? ആരാണ് നിന്നെ അനുഗമിച്ചിട്ടുള്ളത്? Who has accompanied you? Who has accompanied you? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. ഇന്ത്യ ഹാസ് ഗോട്ട് ഫ്രീഡം. ഇന്ത്യ ഹാസ് ഗോട്ട് ഫ്രീഡം. ആരാണ് നിന്നോട് പറഞ്ഞിട്ടുള്ളത്? ഹൂ ഹാസ് ടോൾഡ് യു? ഹൂ ഹാസ് ടോൾഡ് യു? അവർ നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടോ? ഹാവ് ദേ സെലക്റ്റഡ് യു? ഹാവ് ദേ സെലക്റ്റഡ് യു? നീ ഈ വിജയം പ്രതീക്ഷിച്ചിട്ടുണ്ടോ? ഹാവ് യു ഹോപ്ഡ് ദിസ് സക്സസ്? ഹാവ് യു ഹോപ്ഡ് ദിസ് സക്സസ്? അവൻ നിന്നെപ്പറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഹി ഹാസ് ടോൾഡ് മീ അബൌട്ട് യു. ഹി ഹാസ് ടോൾഡ് മീ അബൌട്ട് യു. എനിക്ക് അവസരം നഷ്ടമായിട്ടുണ്ട്. ഐ ഹാവ് ലോസ്റ്റ് ദ ചാൻസ്. ഐ ഹാവ് ലോസ്റ്റ് ദ ചാൻസ്. നിനക്ക് എങ്ങനെയാണ് അത് കിട്ടിയിട്ടുള്ളത്? ഹൗ ഹാവ് യു ഗോട്ട് ഇറ്റ്? ഹൗ ഹാവ് യു ഗോട്ട് ഇറ്റ്? അല്ലെങ്കിൽ ഹൗ യു ഹാവ് ഗോട്ട് ഇറ്റ്? ഹൗ യു ഹാവ് ഗോട്ട് ഇറ്റ്? ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് കാണാം അടുത്ത